ഇന്ന് പറയാൻ പോകുന്ന വിഷയം കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ വീഡിയോസിൽ അതായത് പരമാവധി ഞാൻ ഗ്രഹനില എങ്ങനെ സ്കാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഉപബോധ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇന്ന് വരെ നല്ലൊരു എന്താ പറയുക ഒരു ജ്യോതിഷപരമായിട്ട് കുറേ കാര്യങ്ങൾ പറയല്ലാണ്ട് എങ്ങനെയാണ് ഒരു ഗ്രഹനില വിശകലനം ചെയ്യണത് ലളിതമായ രീതിയിലൊന്നും ഞാൻ ഇതുവരെ അപൂർവങ്ങളിലാണ് കണ്ടിട്ടുള്ളൂ. കുറച്ച് ചെറിയ ചെറിയ ഒരു ചില ജ്യോതിഷ അല്ലെങ്കിൽ സ്നേഹികൾ അല്ലെങ്കിൽ ജ്യോതിഷ ഗുരുക്കന്മാരുടെ വീഡിയോസിൽ മാത്രമേ ഞാൻ കാണാറുള്ളൂ. അതിൽ 100-ൽ 10% മാത്രം. ഇന്നും ഇതേപോലത്തെ ഒരു ജ്യോതിഷ സ്നേഹി എനിക്ക് ഈ ഒരു വ്യക്തിക്ക് വിവാഹമായിട്ടില്ല, അത് എന്തുകൊണ്ടാണെന്നുള്ളതൊരു നിങ്ങളൊന്ന് വീഡിയോസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവരും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് വഴി ബന്ധപ്പെടണം. അല്ലാണ്ട് കാരണം വെച്ചാൽ നിങ്ങൾ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹനില പ്രകാരം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് വഴിയോ കോള് വഴിയോ എൻ്റെ ബന്ധപ്പെടാം. അതിൻ്റെ നമ്പർ ഞാൻ ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാരണം വെച്ചാൽ ഞാൻ ഈ കൂറുഫലം ഒന്നും അല്ല പറയുന്നത്. 12 രാശിയിൽ 12 ലഗ്നഭാവത്തിൽ ഗ്രഹങ്ങൾ അടിസ്ഥാനം നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അല്ലാണ്ട് ഓടിച്ചെന്നിട്ട് ഒരു ഗ്രഹനില ഓടിച്ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ല എൻ്റെ ജ്യോതിഷം. എന്നെ സമീപിക്കുമ്പോൾ എനിക്കും കൂടി തൃപ്തിയാവണം ഒരു ഗ്രഹനില പരിശോധിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഏത് രീതിയിലാണെന്നും കൂടി വേണ്ട. അതുമാത്രമല്ല ഒരുപാട് വഴിപാടുകളോ ക്ഷേത്ര ദർശനങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല. പരമാവധി തളർന്ന് കിടക്കുന്നവന് ഒരുപാട് ബിരിയാണിയോ അല്ലെങ്കിൽ ഒരുപാട് വായിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ തളർന്ന് കിടക്കുന്നതിന് മനസ്സിലേക്ക് എന്താണ് കൊടുക്കേണ്ടത്, എന്താണോ ഏത് വാക്കാണ് കൊടുക്കേണ്ടത്, ഏത് രീതിയിൽ അവനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുള്ള ഒരു പോസിറ്റീവ് കൗൺസിലിംഗ് കൂടിയുള്ള എനർജിക്കായിട്ടുള്ള രീതിയും കൂടിയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അത് ഈ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും പ്രേക്ഷകൻ എന്നെ കൺസൾട്ട് ചെയ്തിട്ടുള്ള പ്രേക്ഷകർക്ക് അതിനെപ്പറ്റി എന്നെ കൺസൾട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരാണ് ഇത് ഗ്രൂപ്പിൽ ചിലപ്പോൾ അവർ ഈ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും അവർക്ക് എന്നെ കൺസൾട്ട് ചെയ്തതിൻ്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അവർ വേണമെങ്കിൽ ഗ്രൂപ്പ് വഴി തന്നെ അവർ അതിന് കമൻറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇദ്ദേഹം ഏകദേശം 45 വയസ്സായി. ഇദ്ദേഹത്തിന് വിവാഹം ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമുക്ക് സാധ്യത എന്തുകൊണ്ടാണെന്നുള്ള ഒരു എന്താ പറയുക അത് കാരണം എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോസ് കാണുന്ന മുമ്പ് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ചില ആൾക്കാർ കാരണം ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതിന് പെട്ടെന്ന് ഒരു ഡൗണിലേക്ക് വരുന്നു. കാരണം മോണിറ്റേഷൻ്റെ ഒരു സംഗതി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അപ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഒരു 1000 വാച്ച് ടൈം കൂടി കിട്ടണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കുള്ള മുന്നോട്ടുള്ള കരിയറേക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന മുമ്പ് ലൈക്ക് ചെയ്യണം, ഒരു കമൻറ്റെങ്കിൽ ചെയ്ത് എന്നെപ്പോലെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ കാരണം വെച്ചാൽ നിങ്ങൾ എന്നെ എന്താ പറയുക എൻ്റെ ഗ്ലാമർ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഇതുകൊണ്ടോ നിങ്ങൾ ഞാൻ പറയണ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അത്രമാത്രം എനിക്ക് പറയുള്ളൂ. ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ നിങ്ങൾ പറയും നിരന്തരമായിട്ട് ലൈക്ക് ഇയാൾ ഇതിന് വേണ്ടിയിട്ട് പറയാം. അല്ല, നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക, അത്രമാത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ വിവാഹം കഴിക്കാൻ പറ്റാത്ത കാരണമെന്ന് ഗ്രഹനില നമുക്ക് വേറെ ഒന്നും ഞാൻ നോക്കുന്നില്ല. ചെറിയ 7ാം ഭാവം ചെറിയ കാര്യങ്ങൾ മാത്രമുള്ള വിശദമായിട്ട് ഒരു ഗ്രഹനിലയും ഞാൻ വിശദമായിട്ട് നോക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഗ്രഹനില നോക്കാം. 27/5/1980 ചോതി നക്ഷത്രത്തിൽ തിരുവോണം ചോതി 1-ാം പാദം തിരുവനന്തപുരത്ത് ജനിച്ച ഒരു പുരുഷ ഗ്രഹനിലയാണ്. ലഗ്നം വന്നിരിക്കുന്നത് കുംഭമാണ്. ലഗ്നത്തിൽ ശിഖിയുണ്ട്. ലഗ്ന കേന്ദ്രത്തിൽ 4-ാം ഭാവത്തിൽ രവി ബുധനുണ്ട്. ശുക്രൻ 5-ലുണ്ട്. കുജൻ ഗുരു സർപ്പൻ മന്ദൻ 7-ലുണ്ട്. ചന്ദ്രൻ 9-ലുണ്ട്. 11-ൽ ഗുളിയനുണ്ട്. പിന്നെ നവാംശവും പുറത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇയാൾക്ക് വിവാഹഭാവം ആണ് പ്രശ്നം, വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. നമുക്ക് നോക്കാം. ഇവിടെ വിവാഹ പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് നോക്കൂ, കുംഭൻ ലഗ്നത്തിന്റെ 7 എന്ന് പറയുന്നത് ചിങ്ങം രാശി. അതെ, കുംഭൻ ലഗ്നം അറിയാം. ഇവിടെ മുതൽ എണ്ണണം. അതായത് 1, 2, 3, 4, 5, 6, 7. ഞാൻ ദൃഷ്ടിയുടെ ഒരു വീഡിയോ ഇട്ടുണ്ട്. എങ്ങനെയാണ് ഇത് അതിലളിതമായ വീഡിയോ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം എങ്ങനെയാണ് ദൃഷ്ടി കാണേണ്ടത് എന്നുള്ളത്. അപ്പോൾ കുംഭൻ ലഗ്നത്തിന്റെ 7 എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. അപ്പോൾ 7-ാം ഭാവം ചിങ്ങാൻ രാശി. അപ്പോൾ ഇവിടെ ലഗ്നാധിപൻ ലഗ്നാധിപൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയും ലഗ്നാധിപൻ 7 നിന്നാൽ നല്ലതല്ലേ എന്ന് പറയും പലരും. ഇവിടെയാണ് ഇത് വേറൊരാടുത്ത് പോകണമെങ്കിൽ ശുദ്ധജാതകം എന്നാ പറയുള്ളൂ കേട്ടോ. നിങ്ങളതൊരു മനസ്സിലാക്കാം, പറഞ്ഞുതരാം. ഇവിടെ ലഗ്നാധിപൻ ആധിപത്യമുള്ള രാശിയിൽ നിന്ന് 7-ലേക്ക് പോകുമ്പോൾ വിദേശികൾ പറയും ഡ്രസ്റ്റ്മെന്റ്, നമ്മൾ കേരളീയർ പറയും
ബലക്കുറവ്, ലഗ്നാധിപന് ബലമില്ല. അസ്തമരാശി എന്ന് പറയുന്നത് 7ാമത്തെ രാശിയാണ് അസ്തമയ രാശി. അപ്പോൾ അസ്തമരാശിയിലേക്ക് ശനി പോയി കഴിഞ്ഞപ്പോൾ ബലക്കുറവ് മാത്രവുമല്ല 7ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ഈ ശനി എന്ന് പറയുന്നത് വിവാഹം എന്ന ചിന്തകൾ പുറകോട്ട് വലിക്കേണ്ട ഒരാളാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞാലും അതുമാത്രമല്ല 7ാം ഭാവത്തിൽ 11ഉം 2ഉം ഭാവാധിപൻ ഗുരുവുണ്ട്, പവർഫുള്ളാണ്. പക്ഷേ അപ്പോൾ നമ്മൾ 7ാം ഭാവത്തിൽ നോക്കൂ, ഇവിടെ 7ാം ഭാവത്തിൽ ഗുരു നിന്ന് കഴിഞ്ഞാലും ഗുരു ശനി യോഗം ചെയ്ത് കഴിഞ്ഞാലും ഈ ആചാര്യം പറയുന്നത് വിവാഹ സാധ്യത അല്ലെങ്കിൽ പുനർവിവാഹ സാധ്യതയാണ് പറയുന്നത്. അതുമാത്രമല്ല ഇവിടെ 10ഉം 5ഉം ഒരു 2 കേന്ദ്രസ്ഥാനത്ത് ഒരു ത്രികോണത്തിൻ്റെയും ഒരു കേന്ദ്രത്തിൻ്റെയും ആധിപത്യം കുജനുണ്ട്. യോഗകാരകനായാലും 7ാം ഭാവത്തിൽ ഇവിടെ ചൊവ്വാദോഷം നിങ്ങൾ പറയരുത്. ചൊവ്വയും കുജനും യോഗം ചെയ്യുമ്പോൾ കുജൻ എന്ന് പറയുന്ന അഗ്നിയെ സൂചിപ്പിക്കുന്നു, ശനി വായുവിനെ സൂചിപ്പിക്കുന്നു. ആ കുജ ശനി യോഗം, വേറെ ഒരു ഗ്രഹം അത്ര ദോഷം ചെയ്യില്ല. കുജ ശനി യോഗം ചെയ്യുമ്പോൾ 7ാം ഭാവത്തിന് അത്യന്തം ദോഷം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഇയാൾക്ക് അതാണ് ഈ ശനി 7ാം ലഗ്നാധിപനായാലും ബലമില്ല, കുജന്റെ യോഗകാരകനായാലും കുജൻ അവിടെ ശനി കുജ യോഗം ഗുരു ശനി യോഗം 7ൽ നല്ലതല്ല എന്ന് പറയുന്നത്. ഗുരു പവർഫുള്ളിൽ ആളായാലും ഇത് ഒരു യോഗം 7ാം ഭാവം കൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. അതാണ് വിവാഹം ഇയാൾക്ക് നടക്കാണ്ടിരിക്കാനുള്ള ഒരു അടിസ്ഥാന പ്രശ്നം. അതുമാത്രമല്ല നോക്കൂ, ചന്ദ്രൻ 6ാം ഭാവാധിപനാണ്. ആ ചന്ദ്രൻ 6ാം ഭാവാധിപൻ ഇവിടെ 7ാം ഭാവാധിപൻ എവിടെയാണ് നോക്കണം. 7ാം ഭാവം ലഗ്നകേന്ദ്രത്തിൽ 7ാം ഭാവം ലഗ്നകേന്ദ്രത്തിൽ നിപുണയോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം അവിടെ അത് മാത്രം നോക്കൂ, ശനി നിൽക്കുന്ന രാശിയിൽ നിന്ന് 10ലേക്ക് ദൃഷ്ടി. 7ാം ഭാവാധിപൻ ലഗ്ന കേന്ദ്രത്തിലായാലും ഈ ശനി 7 നിന്നുകൊണ്ട് 7ാം ഭാവാധിപനെ ദൃഷ്ടി ചെയ്യുന്നു. 7ാം ഭാവാധിപന് എന്ന് പറയുന്നത് രവിയാണ്. ആ 7ാം ഭാവം ലഗ്ന കേന്ദ്രത്തിലായാലും ആ 7ാം ഭാവാധിപനും രവി ദൃഷ്ടി ചെയ്യുന്നു, ബന്ധപ്പെടുന്നു. അപ്പം അതാണ് പറയുന്നത്, ഒരു ഗ്രഹനില ഇങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഗ്രഹനില ഇങ്ങനെയാണ് സ്കാൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇവിടെ ഈ 7ൽ കുജൻ ഗുരു ഇത് ചൊവ്വാദോഷം എന്ന് പറയട്ടോ. ചൊവ്വാദോഷം എന്നുള്ള സംഗതിയൊക്കെ പിൻതലമുറക്കാർ വന്നിട്ടുണ്ടായ അങ്ങനെ ചൊവ്വാദോഷമില്ല. ഇവിടെ ചൊവ്വയിൽ 7ൽ ചൊവ്വ നിൽക്കുമ്പോൾ അതേ ചൊവ്വേനെ കൂട്ടി യോജിപ്പിക്കുന്നത്, അങ്ങനെ പാപസ്വാമി എന്ന് പറഞ്ഞ് അങ്ങനെ അസംബന്ധമായ ഒരു കാര്യമില്ല. ഇവിടെ ഇതാണ് കാരണം. 7ാം ഭാവാധിപൻ ശനി ലഗ്നാധിപനായാലും 7ാം ഭാവാധിപൻ ശനി ദൃഷ്ടി ചെയ്യുന്നു. 7ൽ അത്യന്തം പ്രശ്നമായിട്ട് കുജ ശനി യോഗം ചെയ്യുന്നു. ഗുരു ശനി യോഗം 7ൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിവാഹം വൈകാൻ സാധ്യത. അതുമാത്രമല്ല നോക്കൂ, ഇവിടെ കുജൻ എന്ന് പറയുന്ന ആള് കുജനല്ല, ശനി എന്ന് പറയുന്നത് നിൽക്കുന്ന രാശിയിൽ 3ലേക്ക് ദൃഷ്ടി. ഈ ശനിയുടെ ദൃഷ്ടി 3ലേക്ക് വന്നു. മനക്കാരകൻ, മനസ്സിന്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രൻ, ഇയാൾക്ക് സ്വസ്ഥത എന്ന് പറഞ്ഞ ശീതകാലം വരെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇയാൾ ഒന്നും പറയില്ല. എന്താണ് സാധ്യത മാത്രമേ ഇയാൾക്ക് സ്വസ്ഥത കുറവ്, മനസമാധാനക്കുറവ് പൊതുവെ ഇയാൾക്ക് ഉണ്ടാവാം. പിന്നെ അമിതമായ ടെൻഷനും കാര്യങ്ങളുള്ള കൂട്ടത്തിലായിരിക്കും. കാരണം എത്ര പണം ഉണ്ടെങ്കിലും സമ്പാദ്യം ഉണ്ടെങ്കിലും സ്വസ്ഥത ഇല്ലെങ്കിൽ എന്ത് കാര്യം, സമാധാനമില്ല. ചിലപ്പം ഈ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇവർക്ക് ആലാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. പിന്നെ വേറെ ഗ്രഹനില പ്രകാരം 4ാം ഭാവം 4ാം ഭാവാധിപൻ ശുക്രൻ 5ലുണ്ട്, ത്രികോണരാശിയിലുണ്ട്. അപ്പം 4ൽ ബുധനും ദേവി നിപുണയോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അതുമാത്രം 4ലേക്ക് ഒരു വേറെ കാര്യങ്ങൾ 4ാം ഭാവം വീട് വാഹനം ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല. അതുമാത്രമല്ല, പക്ഷേ അപ്പം നിങ്ങൾ പറയും ഇയാൾക്ക് വിവാഹം കഴിക്കണ്ടേ? വിവാഹം കഴിക്കണം. അതിന് ഈ 7ൽ കുജനും ഗുരും ഈ കുജൻ ശനി യോഗമുള്ള ഗ്രഹനില അല്ല വേണ്ടത്. ഇവിടെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റിയൊരു ഗ്രഹനിലയാണ്. കാരണം ഇവിടെ ലഗ്നാധിപൻ ഈ 7ൽ ശനിയോ കുജനോ തമ്മിൽ ബന്ധപ്പെടാനോ ദൃഷ്ടി കൊണ്ടോ 7ാം ഭാവാധിപൻ ഈ ശനിയുടെ ദൃഷ്ടിയോ കാര്യങ്ങളുണ്ട്. ശുഭത്വമുള്ള ഒരു ഗ്രഹനില ചേർത്തിട്ട് വേണം. അല്ലെങ്കിൽ ഇവർ തമ്മിൽ കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരാളുടെ 7ാം ഭാവം പോയി കിടന്ന് ഇതാണ്. ഒരു 7ാം ഭാവത്തിൽ ഒരു കുജൻ നിന്ന് കഴിഞ്ഞാൽ ഇവർ ചൊവ്വാദോഷം പറയണ്ടേ. ഈ ചൊവ്വ എന്ന് പറയുന്നത് ചൊവ്വ 7ൽ നിന്ന് കഴിഞ്ഞാൽ ഭാര്യ വിധവയാവുന്ന പറയണത്, ചെറുപ്പത്തിൽ വിധവയാവും. പക്ഷേ ഈ വരുന്ന ഒരാളുടെ അപ്പോൾ ഒരാളുടെ 7ാം ഭാവത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഭാവത്തിന് ദോഷം വന്നു.
വരുന്ന ഒരാളുടെ 7ാം ഭാവത്തിൽ കുജനുണ്ടെങ്കിലോ ആ 2 പേർക്കും ആ ഭാവത്തിൽ ദോഷം വന്നില്ലേ. ഇവിടെ പാപസാമ്യം കൊടുത്തിട്ട് കുജനൊരു മാർക്കിടും, ശനിക്കൊരു മാർക്കിടും, ഗുരുവിന് മാർക്കിടും, 12 ഗുളിയിനൊരു മാർക്കിടും, ശിഖിക്ക് ഒരു മാർക്കിടും, അതേപോലെ തന്നെ 6, 8, 12 ഗ്രഹങ്ങൾക്ക് ഓരോ മാർക്ക് ഇട്ടിട്ട് പുരുഷനെ കൊണ്ട് പാപത്വം കൂടുതൽ പുരുഷന് വേണം, സ്ത്രീനെക്കാട്ടും പാവത്വം കുറവ്, അങ്ങനെ കൂട്ടി കുഴപ്പിച്ച് ജനങ്ങളാകെ മണ്ടത്തരാക്കിയിട്ട് ആകെ കുഴപ്പിച്ച്. ഇതൊക്കെ തന്നെയാണ് പാരമ്പര്യമായിട്ട് ഒരുപാട് പേര് എന്താ പറയുക പണ്ട് മുതലേ കൊണ്ട് നടക്കുന്നത്. 10 8 പൊരുത്തമുണ്ട്, 10 7 പൊരുത്തമുണ്ട്, 10 5 പൊരുത്തമുണ്ട്, 10 4 പൊരുത്തം വരെ കയറ്റി വിട്ട് കല്യാണം കഴിപ്പിക്കും. ഒരു അടിസ്ഥാനവും ഇല്ല. ഇവിടെ അത്യന്തം പവർഫുൾ ആയിട്ട് പ്രശ്നമെന്നുള്ളത് 7ാം ഭാവത്തിന് ദോഷം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിവാഹത്തിന് ഇത്രയും, കാരണം ശനി കുജ യോഗമാണ് ഇയാൾക്ക് വിവാഹത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നത്, വിവാഹത്തിന് തടസ്സങ്ങൾ വന്നിരിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. പിന്നെ സ്വസ്ഥത കുറച്ച് കുറവുള്ള ഒരു വ്യക്തിയായിരിക്കും, മനസ്സമാധാനം കുറച്ച് സ്വസ്ഥത എപ്പോഴും ഉണ്ടാവില്ല. പക്ഷെ സമ്പത്ത് ഉണ്ടായാൽ അയാൾക്ക് എന്താണ് ഉള്ളതൊന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ലാഭസ്ഥാനത്തേക്ക് സമ്പത്തിന്റെ കാര്യം ശുക്രനാണ്. ശുക്രന്റെ ദൃഷ്ടി നമ്മുടെ 11ലേക്കുണ്ട്, വ്യാഴത്തിന്റെ ദൃഷ്ടി 11ലേക്കുണ്ട്. അപ്പോൾ ധനപുത്രാദികളൊന്നും വലിയ ധനപരമായിട്ടുള്ള ക്ലേശങ്ങളൊന്നും ഇയാൾക്ക് വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. വേറെ കർമ്മഭാവത്തിലേക്ക് ഈ പറയുന്ന പോലെ കർമ്മഭാവമൊക്കെ പുഷ്ടിമുള്ളതാണ്. കാരണം സർക്കാരിൻ്റെ ഒക്കെ ജോലി കിട്ടുകയാണ്. കർമ്മഭാവത്തിലേക്ക് ലഗ്ന കേന്ദ്രത്തിൽ നിന്ന് രവിയുടെയും ബുധൻ്റെയും കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. രവിയുടെ 7 10ലേക്ക് ദൃഷ്ടി എന്ന് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഒക്കെ ഒരു മേഖലയിലൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. നിപുണയോഗമുണ്ട്. ബുധൻ എന്ന് പറയുന്ന പാണ്ഡിത്യത്തിൻ്റെ ഒരാളാണ്. എഞ്ചിനീയറിംഗ് മേഖല, ഗണിത വിഷയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ നല്ലൊരു ഭാഗമാണ്. ഈ 10ാം ഭാവത്തിലേക്ക് നമ്മുടെ 10ാം ഭാവാധിപൻ കുജൻ കേന്ദ്രത്തിലുണ്ട്. ഇവിടെ യോഗമുണ്ടല്ലോ കേന്ദ്രത്തിൻ്റെ. അത് മാത്രമല്ല ഇയാൾക്കൊരു 7ാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ പക്ഷിഗ്രഹമാണ്. വിദേശത്ത് ജോലി കിട്ടേണ്ട ഒരാളാണ്. വിവാഹം കഴിച്ച് വിവാഹത്തിന് ദോഷം വന്നു കഴിഞ്ഞാലും മറ്റെല്ലാം കൊണ്ടും ഗുണമാണ്. പക്ഷേ ഈ കുജശനി യോഗം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. സ്വസ്ഥത കുറവ് ഉണ്ടാക്കാം, മനക്ലേശങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനെയാണ് ഈ ഒരു ഗ്രഹനില പ്രകാരം എനിക്ക് പറയാനുള്ളത്. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ കൂടുതലായിട്ട് ഞാൻ കാര്യങ്ങളിലേക്ക് നടക്കണില്ല. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതുവരെ നമുക്ക് അടുത്ത വീഡിയോസ് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.